ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ FW ടൈലറിന്റെ 4 പ്രിൻസിപ്പിളും അദ്ദേഹത്തിന്റെ ടെക്നിക്സും ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊരു ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി ഫയോളിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ 14 പ്രിൻസിപ്പിൾസും ആണുള്ളത്. ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ്. ആ 14 പ്രിൻസിപ്പിളും വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചും ഇത് മനസ്സിലാക്കണം. കാരണം ഇതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിരന്തരം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ സശ്രദ്ധം നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആളുടെ പേര് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി ഫയോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഫ്രാൻസിലാണ്. ഈസ് പോപ്പുലർലി നോൺ ആസ് ഫാദർ ഓഫ് ജനറൽ മോഡേൺ മാനേജ്മെന്റ്. ഓക്കെ, അദ്ദേഹം ഫ്രഞ്ച് കോൾ മൈനിങ് കമ്പനിയിൽ ഒരു മൈനിങ് എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ അദ്ദേഹം എന്തായിട്ട് മാറി, അതിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മാറി. അങ്ങനെ അദ്ദേഹം മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്, 14 പ്രിൻസിപ്പിളുകളാണ് നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ 14 പ്രിൻസിപ്പിളുകൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നിങ്ങൾ കേട്ടോളി. ഒന്നാമത്തതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. 2 പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. 3 ഡിസിപ്ലിൻ. 4 യൂണിറ്റി ഓഫ് കമാൻഡ്. 5 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. 6 സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. 7 റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. 8 സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. 9 സ്കാലാർ ചെയിൻ. 10 ഓർഡർ. 11 ഇക്വിറ്റി. 12 ഇനീഷ്യേറ്റീവ്. 13 സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. 14 എസ്പിരിറ്റ് ഡീകോപ്പ് അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് സ്ട്രെങ്ത്. ഇങ്ങനെ 14 പ്രിൻസിപ്പിളാണ് ഹെൻറി ഫയോള് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 14 പ്രിൻസിപ്പിളും വളരെ സിമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ഏത് ഓർഗനൈസേഷനിലും അപ്ലൈ ചെയ്യാവുന്നതാണ്, ഏത് ഫംഗ്ഷനുകളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ വരെ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാവുന്നതാണ്. ഈ 14 പ്രിൻസിപ്പിൾ പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് ഒരു സ്ഥാപനത്തെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കുറേ തിയറികൾ നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാം. എക്സാമ്പിൾ സഹിതം ഞാൻ ക്ലാസ് എടുത്ത് തരാം. നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് തരണം. ഓക്കെ, ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. എന്താ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിവിഷൻ ഓഫ് വർക്ക് സിംപ്ലി മീൻസ് ഡിവൈഡിങ് ദ ടോട്ടൽ വർക്ക് ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻടു സ്മാൾ ടാസ്ക്. ഒരു സ്ഥാപനത്തിലെ മുഴുവൻ വർക്കുകളെയും ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തരംതിരിക്കുന്നതിനാണ്, ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഡിവൈഡിങ് ദ എൻറ്റയർ വർക്ക് ഇൻടു സ്മാൾ യൂണിറ്റ് ഓർ സ്മാൾ ടാസ്ക്. എന്തിനിങ്ങനെ ടാസ്ക് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തിരിക്കുന്നത്? നിങ്ങൾക്ക് തോന്നും ഒരു സ്ഥാപനത്തിലെ എല്ലാ വർക്കുകളും ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇതെന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഒരുപാട് ആളുകൾക്ക് കൂടിയിട്ട് ഈ വർക്കുകളൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ടോട്ടൽ വർക്കുകളെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി തിരിക്കുകയും ഈ ഓരോ യൂണിറ്റുകളും ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് ചുമതലപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. എങ്ങനെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് ചുമതലപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്, ആ ടാസ്ക്, ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ക്വാളിഫിക്കേഷൻ ആണോ വേണ്ടത്,
അയാൾക്ക് എന്ത് സ്കില്ലാണോ വേണ്ടത് അങ്ങനത്തെ ആളുകളെ കണ്ടെത്തിയിട്ട് അത്തരം ആളുകൾക്ക് ഈ ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഓരോ ചെറിയ ജോലികളും ഓരോ ആളുകൾക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഹെൻറി ഫയൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ്, ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിലെ മുഴുവൻ വർക്കുകളെയും വിഭജിച്ചിട്ട് ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി തിരിക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി തിരിച്ചിട്ട് ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളിന്, അതായത് ആ ജോലി പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾക്ക് തന്നെ ആ ജോലി ഏൽപ്പിച്ചു കൊടുക്കുക. ആ ജോലി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ് നിങ്ങൾ മറക്കരുത്. കാരണം ഒരു ജോലി തന്നെ, ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് തന്നെ ഇയാൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും അയാളുടെ ജോലി എന്തെന്നെയാണ്, ആ ജോലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റേഷൻ ഉള്ളത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ ജോലി, ആ പർട്ടിക്കുലർ ടാസ്കിൽ അദ്ദേഹം എന്തായിട്ട് മാറും, പ്രൊഫഷൻ്റ് ആയിട്ട് മാറും. അയാൾ അതിൽ എക്സ്പേർട്ട് ആയിട്ട് മാറും, അയാൾ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറും. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് സമയം ലാഭിക്കാൻ പറ്റും, അവിടെ വേസ്റ്റേജ് കുറയും, അദ്ദേഹത്തിന്റെ കോസ്റ്റ് കുറയും. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ആർക്കുണ്ട്, ബിസിനസ്സിനുണ്ട്. അതുകൊണ്ട് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് എന്ത്, സ്പെഷ്യലൈസേഷൻ എന്നുള്ളത്. മനസ്സിലായോ? ഇതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളതുകൊണ്ട് ഹെൻറി ഫയോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ്, ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ള രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഡിവിഷൻ ഓഫ് വർക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒരു ജോലി തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ജോലി നമ്മൾ എക്സ്പേർട്ട് ആയിട്ട് മാറും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഡെസ്ക് ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ആ ഡെസ്കിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ ഇത്ര അളവിൽ ഇന്ന അളവിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പലക മുറിച്ച് മാറ്റേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം ആ പലക മുറിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അളവ് എടുക്കുമ്പോൾ ഒരു വട്ടം എടുക്കും, എന്നിട്ട് അവിടെ പെണ്ണുകൊണ്ട് വരക്കും, വീണ്ടും നമ്മൾ അന്ന് അളവ് നോക്കും ശരി തന്നെയാണോ. ഇങ്ങനെ 2-3 വട്ടം അളവൊക്കെ എടുത്തിട്ട് അത് കൃത്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ അതിന് ആണി അടിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം ആണി എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒന്നാമത്തെ ആണി അടിക്കുമ്പോൾ അത് വളഞ്ഞു പോകും അല്ലെ. ഇങ്ങനെ ഈ ജോലി തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ അളവെടുത്ത് കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു 10 പലക അല്ലെങ്കിൽ 10 വുഡിന്റെ കഷ്ണം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 11ാമത്തേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ അളവെടുത്താൽ മതി. പിന്നെ രണ്ടാമതൊരു അളവെടുക്കേണ്ട ആവശ്യമില്ല, വളരെ കൃത്യമായിട്ട് നമുക്ക് ആ അളവ് കിട്ടും. ഇനിയിപ്പോ ആണി അടിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒരു 4-5 ആണിയൊക്കെ അടിക്കുമ്പോൾ അതിങ്ങനെ വളഞ്ഞു പോവുക ചെയ്യും. പക്ഷെ പിന്നീട് നമ്മൾ അതിലെന്തായിട്ട് മാറും, അതിനെ കൃത്യമായിട്ട് എവിടെ മാറണം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കും. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ വേസ്റ്റേജ് കുറയും, നമ്മൾക്ക് സമയമൊക്കെ ലാഭിക്കും, അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറും. ഇതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഇനി രണ്ടാമത്തതാണ് പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ബാലൻസിങ്. എന്താ, ഏത് തമ്മിലാണ് ബാലൻസിങ് വേണ്ടത്, ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അധികാരത്തിലും ഉത്തരവാദിത്തത്തിലും. അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരമാണ്, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ്. ഇത് രണ്ടും തമ്മിൽ ഒരു ബാലൻസിങ് വേണം. അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം, അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ തിങ്സ് ചെയ്യാനുള്ള നമ്മൾക്ക് കിട്ടുന്ന ഒരു പവറിനെയാണ് എന്ന് പറയുന്നത് അതോറിറ്റി, അധികാരം എന്ന് പറയുന്നത്. റൈറ്റ് ടു ഡു എ പെർട്ടിക്കുലർ തിങ് അല്ലെ. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാലോ അത് ഉത്തരവാദിത്തമാണ്, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം ചെയ്തു തീർക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അധികാരവും ഉത്തരവാദിത്തവും അവിടെ ഒരു ബാലൻസിങ്ങിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എത്രത്തോളം അധികാരം കൊടുക്കുന്നോ അത്രത്തോളം ഉത്തരവാദിത്വവും കൊടുക്കണം, അല്ലെങ്കിൽ എത്രത്തോളം ഉത്തരവാദിത്വം കൊടുക്കുന്നോ അത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അധികാരവും കൊടുക്കണം. അതിനാണ് എന്ത് പറയുന്നത്, പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇനി അതില്ലെങ്കിൽ, അതിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അധികാരം കൊടുത്തു ഉത്തരവാദിത്വം കൊടുത്തില്ല, അയാൾ എന്ത് ചെയ്യും, ഈ അധികാരത്തെ മിസ്യൂസ് ചെയ്യും. എന്നാൽ ഉത്തരവാദിത്വം കൂടുതൽ കൊടുത്തു, അധികാരം കൊടുത്തില്ല. അപ്പൊ ഈ ഉത്തരവാദിത്വം ഫുൾഫിൽ ചെയ്യാനുള്ള അധികാരം അയാൾക്കില്ലെങ്കിൽ ഈ ഉത്തരവാദിത്വം നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന, ഈ കളക്ടറേറ്റിന്റെ മുമ്പിൽ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുക. കളക്ടർ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണത്തിനെതിരിൽ ഒരു സമരം, എന്തെങ്കിലും കാര്യത്തിൽ അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മേലുദ്യോഗസ്ഥൻ അവിടെയുള്ള പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അധികാരം കൊടുക്കുകയാണ്. അവരോട് പറയാണ്, കളക്ടറേറ്റിന്റെ ഈ ഗേറ്റിന്റെ
ഇപ്പുറത്തേക്ക് ഒരാളും എന്ത് ചെയ്യരുത്, കടക്കരുത്. അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. കളക്ടറേറ്റിന്റെ ഗേറ്റിന്റെ ഇപ്പുറത്തേക്ക് ഒരു സമരക്കാരനും എന്ത് ചെയ്യാൻ പാടില്ല, കടക്കാൻ പാടില്ല, കടന്നു വരാൻ പാടില്ല. അതാണ് അവരുടെ അവിടെ ഉള്ള ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരാളെയും എന്ത് ചെയ്യരുത്, ഇതിന് ഇപ്പുറത്തേക്ക് പറഞ്ഞ് കടത്തരുത് എന്നുള്ളത്. ദെൻ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള അതോറിറ്റി കൊടുക്കണം. കാരണം ഇവിടെ ഇപ്പൊ എന്താ കൊടുത്തിട്ടുള്ളത്, റെസ്പോൺസിബിലിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള അതോറിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേലുദ്യോഗസ്ഥൻ അവരോട് പറയണം, ആരെങ്കിലും ബലം പ്രയോഗിച്ച് ഇപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ എന്ത് ചെയ്യാം, ലാത്തി ചാർജ് ചെയ്യാം എന്നുള്ളൊരു അധികാരം കൂടെ അവിടെ കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു അധികാരം കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കും, മാർച്ച് ഇങ്ങനെ വരും, അവര് മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ട് വരും, കളക്ടറേറ്റിന് മുമ്പിൽ എത്തുമ്പോൾ പോലീസുകാർ തടയും. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, ഈ സമരക്കാർ പോലീസുകാരെ തട്ടി മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അവിടെ അവർക്ക് അധികാരം കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് പോലീസുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ റൈറ്റ് ഉണ്ടോ? ഇല്ല, അവർ റൈറ്റ് ഇല്ല. അതുകൊണ്ട് പോലീസുകാർക്ക് നോക്കുകുത്തികളായിട്ട് നിൽക്കേണ്ടി വരും. അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ കഴിയുമോ? ഇല്ല. എന്നാൽ ഈ നേരെ തിരിച്ചാലോചിച്ചു, ഇവിടെ പോലീസിന്റെ മേലുദ്യോഗസ്ഥൻ അവർക്ക് ഓർഡർ കൊടുക്കുകയാണ്, ഒരാളും എന്ത് ചെയ്യരുത്, ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കരുത്. ആരെങ്കിലും കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തും ചെയ്യാം, അവരെ ഏത് രീതിയിൽ നിങ്ങൾക്ക് ആക്രമിക്കാം എന്നുള്ള രീതിയിൽ ആണ് അവിടെ അതോറിറ്റി കൊടുത്തതെങ്കിൽ പോലീസുകാർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ അതോറിറ്റിയെ മിസ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമരക്കാർ ഇങ്ങോട്ട് വന്ന് അടുക്കുമ്പോയതിനും പോലീസുകാർ ഇവിടുന്ന് എന്ത് ചെയ്യും, ലാത്തി വീശാൻ തുടങ്ങും, ആളുകളെ തലക്ക് അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങും. അവിടെ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇല്ല, രണ്ടും ഈക്വൽ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം കൊടുത്തോ അത്രത്തോളം അതോറിറ്റി കൊടുക്കണം. എങ്ങനെയാണ് അവിടെ ശരിക്കും കൊടുക്കേണ്ടത്, രണ്ടും തമ്മിൽ ബാലൻസിങ് എങ്ങനെ വരേണ്ടത്? അവിടെ അദ്ദേഹം പറയേണ്ടത്, ഇവിടെ ഒരു ബാരിക്കേഡ് കിട്ടുക, അല്ലെങ്കിൽ ഈ ഗേറ്റിന് ഇപ്പുറത്തേക്ക് ഏതെങ്കിലും സമരക്കാരൻ വരികയാണെങ്കിൽ ആ സമരക്കാരനെ ആദ്യം എന്ത് ചെയ്യണം, പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ നോക്കണം, അല്ലെങ്കിൽ അയാളുടെ മുട്ടിന് താഴെ അടിച്ച് ലാത്തി ചാർജ് ചെയ്യാൻ നോക്കണം, അല്ലേ? ഇങ്ങനെയൊക്കെ ശ്രമിക്കണം. എന്നിട്ടും അവർ നിൽക്കുന്നില്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെക്കണം. എന്നിട്ടും ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ മുട്ടിന് താഴേക്ക് വെടിവെക്കാനുള്ള അധികാരം. ഇങ്ങനെ ഘട്ടഘട്ടമായിട്ടാണ് എന്ത് കൊടുക്കേണ്ടത്, അധികാരം. അപ്പോൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഈ റെസ്പോൺസിബിലിറ്റി ഫുൾഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതോറിറ്റി അവിടെ കൊടുക്കണം. അപ്പൊ രണ്ടും തമ്മിൽ എന്ത് വേണം, ബാലൻസിങ് വേണം. ബാലൻസിങ് ഇല്ലെങ്കിൽ ഒന്നുകിൽ റെസ്പോൺസിബിലിറ്റി കൂടുതലും അതോറിറ്റി കുറവാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. ഇനി അതോറിറ്റി കൂടുതലും റെസ്പോൺസിബിലിറ്റി കുറവാണെങ്കിൽ ഈ അതോറിറ്റിയെ അവരെന്ത് ചെയ്യും, മിസ്യൂസ് ചെയ്യും. അതുകൊണ്ട് there should be balancing between authority and responsibility in an organization എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ നമ്മുടെ പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ. എന്താ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഡിസിപ്ലിന് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മാനേജേഴ്സ് നോക്കണം. ആരെങ്കിലും ആ ഡിസിപ്ലിന് പാലിക്കുന്നില്ല എങ്കിൽ, അത് തെറ്റിക്കുന്നുണ്ട് എങ്കിൽ അവിടെ കൃത്യമായിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് അവർക്ക് പെനാൽറ്റീസും ഇമ്പോസിഷനും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ആ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഒരു ഡിസിപ്ലിൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിലേ ആ സ്ഥാപനത്തിന് സക്സസ് ആവാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. നാലാമത്തെ പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുള്ള ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം വൺ ആൻഡ് ഓൺലി വൺ സുപ്പീരിയർ. ഒരു സബോർഡിനേറ്റ് ഒരു സമയത്ത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകളും ഇൻസ്ട്രക്ഷനുകളും സ്വീകരിക്കാൻ പാടുള്ളൂ. ആൻഡ് ആൻസറബിൾ ടു വൺ ആൻഡ് ഓൺലി വൺ സുപ്പീരിയർ. ഒരു സുപ്പീരിയർക്ക് മാത്രമേ ആൻസറബിൾ ആവാൻ പാടുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നത്. എന്താ പറഞ്ഞത്? എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം വൺ ആൻഡ് ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? കീ ഉദ്യോഗസ്ഥൻ. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ ആരാ?
മേലുദ്യോഗസ്ഥൻ. അപ്പോൾ ഒരു കീ ഉദ്യോഗസ്ഥൻ ഒരു സമയത്ത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്ന് ഓർഡേഴ്സ് സ്വീകരിച്ചാൽ എന്താ അവിടെ പ്രശ്നം? കൺഫ്യൂഷൻ ഉണ്ടാകും. ആര് പറഞ്ഞതാ ഞാൻ ഈ സമയത്ത് കേൾക്കേണ്ടത്? രണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ രണ്ട് സുപ്പീരിയർ ഓഫീസേഴ്സ് ഒരാളോട് ഇപ്പൊ എന്നോട് പറയാണ്, എന്റെ മേലുദ്യോഗസ്ഥരായിട്ടുള്ള രണ്ടാളുകൾ, ഒരാൾ എന്നോട് പറഞ്ഞു ആസിഫ് നീ ഇപ്പം ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തു വാ. അതേ സമയത്ത് തന്നെ മറ്റൊരു മാനേജർ, എന്റെ സുപ്പീരിയർ ഓഫീസർ വിളിച്ചിട്ട് എന്നോട് പറയണം ആസിഫെ ഇപ്പൊ നേരെ എന്ത് ചെയ്യും, ഇന്ന ജോബ് കംപ്ലീറ്റ് ചെയ്യും, ഇന്ന ജോലി നീ ആദ്യം കംപ്ലീറ്റ് ചെയ്യും. ഇത് രണ്ടാളുകളും എന്റെ മേലുദ്യോഗസ്ഥരാണെന്ന് വിചാരിച്ചോളി. ഇത് ഒരേ സമയത്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, കോൺട്രാഡിക്ടറി ഉണ്ടാവും. ആര് പറഞ്ഞത് ഞാൻ കേൾക്കണം എന്നുള്ളിടത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് രണ്ടാൾ പറഞ്ഞ ഡ്യൂട്ടി എന്ത് ചെയ്യാൻ കഴിയില്ല, പെർഫോം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കോൺട്രാഡിക്ടറിയും അല്ലെങ്കിൽ കൺഫ്യൂഷനുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൻറി ഫയൽ ഏത് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്? യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു സബോർഡിനേറ്റ് ഒരാളിൽ നിന്ന്, ഒരു സുപ്പീരിയർ ഓഫീസറിൽ നിന്ന് മാത്രമേ ഒരു സമയത്ത് ഓർഡറുകളും അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷനുകളും സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലായോ? ഇനി ഇവിടെ ചെറിയൊരു സംഗതി കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പഠിച്ചിരുന്നു. ആരുടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്? FW ടൈലറിന്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഒരു വർക്കർ 8 ആളുകളിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിച്ചിരുന്നത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായി. അവിടെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 4 ആള്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ 4 ആള്. ഇവരൊക്കെ ആർക്കായി ഇൻസ്ട്രക്ഷനുകളും അസിസ്റ്റൻസും കൊടുക്കുന്നത്? വർക്കേഴ്സിനെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ 8 ആളുകളിൽ നിന്നല്ലേ വർക്കർ സ്വീകരിക്കുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ? ഇത് രണ്ടും തമ്മിൽ, യൂണിറ്റി ഓഫ് കമാൻഡും FW ടൈലറുടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പും തമ്മിൽ എന്തെങ്കിലും കോൺട്രാഡിക്ടറി, എന്തെങ്കിലും തർക്കമുണ്ടോ? ഇത് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. FW ടൈലറിന്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പും ഹെൻറി ഫയലിന്റെ യൂണിറ്റി ഓഫ് കമാൻഡും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ അല്ലെങ്കിൽ കോൺട്രാഡിക്ടറി ഉണ്ടോ? കമന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ കാണുമ്പോൾ കോൺട്രാഡിക്ടറി ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ അവിടെ എന്തില്ല, കോൺട്രാഡിക്ടറി ഇല്ല. കാരണം ഈ 8 ആളുകളിൽ നിന്നും 8 കാര്യങ്ങൾക്ക് 8 സമയത്ത് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഒരേ സമയത്ത് അവരെന്ത് ചെയ്യുന്നില്ല, ഇൻസ്ട്രക്ഷനുകൾ സ്വീകരിക്കുന്നില്ല. ഇവിടെ ഹെൻറി ഫയൽ പറഞ്ഞത് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്ന് ഇൻസ്ട്രക്ഷനുകൾ സ്വീകരിക്കരുത് എന്നാണ്. എന്നാൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഒരേ സമയത്തല്ല, വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള 8 ബോസുകളെ സമീപിക്കുക എന്നുള്ളതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള പോയിന്റ് നിങ്ങൾ മനസ്സിൽ ഉണ്ടാകണം. ദെൻ അടുത്ത പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? There should be one head and one plan. These principles says that each group of activities having the same objectives. Each group of activities having the same objectives. There should be one head and one plan. ആ സ്ഥാപനത്തിലെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം എന്ത്, ആ സ്ഥാപനത്തിലെ മുഴുവൻ ജോലികളും അവിടെ ഡയറക്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് there should be one head and one plan. പ്ലാൻ എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെഡ്, ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ലീഡർ അവരെന്ത് ചെയ്യണം, ആ ലക്ഷ്യത്തിലേക്ക് ലീഡ് ചെയ്യണം. എല്ലാ ആളുകളും അവിടെ വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പ്ലാനിനെ, ആ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ എല്ലാ വർക്കിനും, എല്ലാ ആക്ടിവിറ്റികളും ഏതിലേക്കായിരിക്കണം? സെയിം ഒബ്ജക്റ്റീവിലേക്ക് ആയിരിക്കണം. The effort of all members or the workers of an organization is directed towards to achieve organizational goal എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ദെൻ അടുത്ത നമ്മുടെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിളാണ് ഹെൻറി ഫയൽ കൊണ്ടുവന്നിട്ടുള്ള അടുത്ത പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. എന്താ അങ്ങനെ പറയുന്നത്? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനല്ല നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? പ്രയോറിറ്റി കൊടുക്കേണ്ടത്. മറിച്ച് ജനറൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന്റെ താല്പര്യം എന്താണോ ആ താല്പര്യത്തിനാണ് ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മറിച്ച് എന്തിനല്ല?
ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനല്ല. നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ നിരവധി ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഈ താല്പര്യങ്ങൾക്കല്ല നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്. മറിച്ച് അതിനെ മാറ്റി വെച്ച് അതിനെ സബോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏതിനാണ്, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന് നമ്മൾ സബോർഡിനേറ്റ് ചെയ്യുന്നത്. എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ജനറൽ ഇൻട്രസ്റ്റ്, പൊതുവായ താല്പര്യം എന്താണോ അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓരോ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടുത്തെ ഓർഗനൈസേഷന്റെ റിസൾട്ടിന് അച്ചീവ് ചെയ്യാൻ കഴിയോ? ആ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയോ? ഇല്ല. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കും. ആ താല്പര്യങ്ങളൊക്കെ വകവെച്ചു കൊടുക്കാൻ പറ്റുമോ സ്ഥാപനത്തിന്? ഇല്ല. അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ജനറൽ ഇൻട്രസ്റ്റ്, പൊതുവായ താല്പര്യം എന്താണോ, പൊതുവായ താല്പര്യം എന്താണ്? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ലക്ഷ്യത്തിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താ? റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് എന്ത് കൊടുക്കണം? ആഡിക്വേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ, ഫെയർ വേജ്, ഫെയർ സാലറി, ന്യായമായിട്ടുള്ള റിട്ടേൺ അവർക്ക്, ന്യായമായിട്ടുള്ള കൂലി അവർക്ക് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത്. ന്യായമായിട്ട് കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്തായിട്ട് മാറും? വർക്കേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് മാറും. ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ ഒരു താല്പര്യവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? വർക്കേഴ്സിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട്, ആ ജോലിയുടെ പ്രാധാന്യത്തിനനുസരിച്ചിട്ടൊക്കെ അവർക്ക് എന്ത് സെറ്റ് ചെയ്യണം? അവർക്ക് അവരുടെ സാലറി സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേജ് സെറ്റ് ചെയ്യണം. ദെൻ അതെന്തായിരിക്കണം? ഫെയർ, ന്യായമായിട്ടും ഉള്ള ഒരു കൂലി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ന്യായമായിട്ടുള്ള കൂലി ആളുകൾക്ക് കൊടുത്തെങ്കിൽ അവരവിടെ മോട്ടിവേറ്റഡ് ആവുള്ളൂ, അവിടെ വർക്ക് ചെയ്യാനും താല്പര്യമാവുള്ളൂ. ഇല്ലെങ്കിൽ അവർ ഡിസാറ്റിസ്ഫൈഡ് ആവും. ഡിസാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ വർക്ക് എഫിഷ്യന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. ഇപ്പൊ എത്ര പ്രിൻസിപ്പിൾ പഠിച്ചു? 7 പ്രിൻസിപ്പിൾ, പകുതി പ്രിൻസിപ്പിൾ പാടി. ഇനി എത്ര ഉണ്ട്? ഇനി ഒരു 7 പ്രിൻസിപ്പിൾ ഉണ്ടാകും അല്ലെ? ഇപ്പോൾ ഞാൻ ഏതൊക്കെയാണ് പഠിച്ചത്? 1 ഡിവിഷൻ ഓഫ് വർക്ക്, 2 പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, 3 ഡിസിപ്ലിൻ, 4 യൂണിറ്റി ഓഫ് കമാൻഡ്, 5 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, 6 സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, 7 റെമ്യൂണറേഷൻ എന്നുള്ള എണ്ണം പഠിച്ചു. ഇനി 8ാമത്തതാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ള എന്താ? സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻട്രലൈസേഷൻ മീൻസ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ ദ ഹാൻഡ് ഓഫ് ഫ്യൂ ഈസ് കാൾഡ് സെൻട്രലൈസേഷൻ ആൻഡ് ദിസ് അതോറിറ്റി ഇൻ ദ ഹാൻഡ് ഓഫ് മെനി ഈസ് കാൾഡ് ഡീസെൻട്രലൈസേഷൻ. എന്താ അങ്ങനെ പറഞ്ഞാലാണ്? അധികാരം കുറച്ച് ആളുകളുടെ കയ്യിലാണെങ്കിൽ അതിന്റെ സെൻട്രലൈസേഷൻ എന്നും, എന്നാൽ അധികാരം ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ വികേന്ദ്രീകരിക്കുകയാണെങ്കിൽ അതിനെ ഡീസെൻട്രലൈസേഷൻ എന്നും. സെൻട്രലൈസേഷന്റെ മലയാളം കേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷന്റെ മലയാളം വികേന്ദ്രീകരണം. കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഇൻ ദ ഹാൻഡ് ഓഫ് ഫ്യൂ, കുറച്ച് ആളുകളിലേക്ക് കേന്ദ്രീകരിക്കുക. എന്തിനെ? അധികാരത്തെ. ഒരു സ്ഥാപനത്തിന്റെ ഇപ്പോൾ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എന്താവശ്യമാണല്ലോ? ഡീസെൻട്രലൈസേഷൻ. കാരണം ആ ഓർഗനൈസേഷൻ മൊത്തത്തിൽ കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു മാനേജിംഗ് ഡയറക്ടർക്ക് മാത്രം എന്ത് ചെയ്യാൻ കഴിയില്ല, കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് അധികാരങ്ങളൊക്കെ ഡീസെൻട്രലൈസ് ചെയ്യേണ്ടി വരും, അധികാരം വികേന്ദ്രീകരിക്കേണ്ടി വരും. എന്നാൽ വളരെ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് സാധ്യമാണ്? സെൻട്രലൈസേഷൻ സാധ്യമാണ്. രണ്ടും തമ്മിൽ മനസ്സിലാകും. ഈ പ്രിൻസിപ്പിളിൽ ഹെൻറി ഫോർഡ് പറയുന്നത് ഇൻ ആൻ ഓർഗനൈസേഷൻ there should be a balancing between centralization and decentralization. അവിടെ രണ്ടും വേണം, സെൻട്രലൈസേഷനും വേണം, ഡീസെൻട്രലൈസേഷനും വേണം. സെൻട്രലൈസേഷൻ മാത്രമാണെങ്കിൽ എന്താ സംഭവിക്കുക? മാനേജേഴ്സിന് അല്ലെങ്കിൽ ടോപ്പ് ലെവലിന് ആ ഓർഗനൈസേഷനെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാൻ സാധിക്കില്ല. എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ആരായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരും? ഈ ടോപ്പ് ലെവലായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം എന്ത് ചെയ്യാൻ കഴിയില്ല, അവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധ്യമാകില്ല. സെൻട്രലൈസേഷൻ മാത്രമാണ്. എന്നാൽ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസേഷൻ ആണെങ്കിലോ, എല്ലാ അധികാരങ്ങളും താഴെത്തട്ടിലേക്ക് കൊടുത്തേക്കാണെങ്കിലോ എന്താ സംഭവിക്കുക? അവർ ആ അധികാരത്തെ ചിലപ്പോൾ എന്ത് ചെയ്യും? മിസ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയും ആവരുത്. കംപ്ലീറ്റ്ലി സെൻട്രലൈസേഷനും ആവരുത്, കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസേഷനും ആവരുത്. അവിടെ എന്ത് വേണം? രണ്ടും തമ്മിൽ ഒരു ബാലൻസിങ് വേണം എന്നുള്ളതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്, നമ്മളിപ്പോൾ ഒരു സ്കൂളാണ് ശ്രദ്ധിക്കാം, ഓർഗനൈസേഷൻ ആയിട്ട് എടുക്കുന്നത് ഒരു സ്കൂളിനാണ്. ഒരു കുട്ടി, നമ്മൾ ഒരു അധ്യാപകന് ക്ലാസ്സിൽ ഹോംവർക്ക് കൊടുത്തു, പിറ്റേ ദിവസം ചെയ്തു വരാൻ ഹോംവർക്ക് കൊടുത്തു. ആ ഹോംവർക്ക് പിറ്റേ ദിവസം അധ്യാപകൻ വന്ന് ക്ലാസ്സിൽ ചോദിക്കുന്ന സമയത്ത് ഹോംവർക്ക് ചെയ്യാത്ത കുട്ടികളെ പണിഷ്മെന്റ്, ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റുകൾ കൊടുക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കണം? ഇവിടെ അധ്യാപകർ കൊടുക്കും. ചെയ്യാതെ വന്നിട്ടുള്ള കുട്ടികളെ ക്ലാസിന്റെ പുറത്ത് ആക്കാനുള്ള അധികാരം അധ്യാപകർ കൊടുക്കും. എന്നാൽ ആ കാരണത്താൽ അവരെ പിരിച്ചുവിടാനുള്ള അധികാരം ആ അധ്യാപകന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് കൊടുക്കണം? സെൻട്രലൈസേഷൻ വേണം. കാരണം ആ അധികാരം ആർക്കെ കൊടുക്കാൻ പറ്റുള്ളൂ? പ്രിൻസിപ്പളിനെ കൊടുക്കാൻ പറ്റും. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ നമ്മൾക്കൊക്കെ നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്, അല്ലെ? എന്നാൽ ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരുപാട് ഫണ്ടുകൾ എവിടേക്ക് കിട്ടുന്നുണ്ട്? ഏറ്റവും താഴെ പഞ്ചായത്തുകളിലേക്ക് കിട്ടുന്നുണ്ട്. ആ പഞ്ചായത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം? കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാനുള്ള അധികാരം എന്ത് ചെയ്തിട്ടുണ്ട്? പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ആ ഒരു പർട്ടിക്കുലർ പഞ്ചായത്തിനെ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ആ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് അവിടെ എന്താണ്? ഡീസെൻട്രലൈസേഷൻ ആണ്. എന്നാൽ അവിടെ എന്തുണ്ട്? സെൻട്രലൈസേഷൻ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ, ചില നിയമങ്ങളൊക്കെ ആര് തന്നെയാണ് എടുക്കുക? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് എടുക്കുക. അപ്പൊ അതിനാണ് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ. എന്താവാൻ പാടില്ല? ഈ പ്രിൻസിപ്പിൾ ഹെൻറി ഫയൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കംപ്ലീറ്റ് സെൻട്രലൈസേഷൻ പാടുണ്ടോ? പാടില്ല. കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷൻ പാടുണ്ടോ? അതും പാടില്ല. അവിടെ എന്ത് വേണം? there should be a balancing between centralization and decentralization. then അടുത്ത പ്രിൻസിപ്പിൾ ആണ്, 9ാമത്തെ പ്രിൻസിപ്പിൾ ആണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. എന്താണ് സ്കാലാർ ചെയിൻ? അപ്പോ സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാലാർ ചെയിൻ refers to the chain of superior ranging from the ultimate authority to lowest rank. It is a chain of superior ranging from the ultimate authority to lowest rank എന്നുള്ളതാണ്. ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കാണുന്നു. ഇതാണ് സ്കാലാർ ചെയിന്റെ ഒരു ചിത്രം. ഇവിടെ ഹെൻറി ഫയൽ പറഞ്ഞിട്ടുള്ളത് സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് കമാൻഡ് റേഞ്ചിങ് ഫ്രം അൾട്ടിമേറ്റ് സുപ്പീരിയർ ടു ലോവസ്റ്റ് റാങ്ക് ആണ്. ഏറ്റവും സുപ്പീരിയർ ഇവിടെ ഉണ്ടാവാം. അവിടുന്ന് ഓരോ അവരുടെ റെസ്പോൺസിബിലിറ്റിക്കും അതോറിറ്റിക്കും അനുസരിച്ചിട്ട് അവരെങ്ങനെ തരംതിരിച്ചിട്ടുള്ളതാണ്. അവരെ തട്ടുകളാക്കി, ലെവലുകളാക്കി തിരിച്ചിട്ടുള്ളതാണ് ഈ ഒരു കാണുന്ന ആളുകളൊക്കെ. അപ്പോ ഇവിടെ നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചിരുന്നത്? സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം വൺ ആൻഡ് ഓൺലി സുപ്പീരിയർ അറ്റ് എ ടൈം എന്നുള്ളതാണ്. ഒരു സമയത്ത് ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിളിനെ പ്രാവർത്തികമാക്കാനും വേണ്ടിയിട്ട് ഹെൻറി ഫയൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് സ്കാലാർ ചെയിൻ. ഇവിടെ ഏറ്റവും സുപ്പീരിയർ ഉണ്ടാവുക ഇവിടെയാണ്. സുപ്പീരിയറുടെ തൊട്ട് താഴെയുള്ള ആളുകളാണ് ഈ കാണുന്ന രണ്ട് പൊസിഷനുള്ളത്. അവരുടെ താഴെയുള്ള ആളുകളാണ് ഈ കാണുന്നത്. അങ്ങനെയുള്ള ഒരു സുപ്പീരിയറിൽ നിന്നും ഏറ്റവും ലോവസ്റ്റ് റാങ്കിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സുമായിട്ടുള്ള ഒരു ചെയിനാണ്, ഒരു കമാൻഡ് ചെയിനാണ് ഈ കൊടുത്തിട്ടുള്ള സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു ചെയിനാണ് എന്ത് പറയുന്നത്? സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്, യൂണിറ്റി ഓഫ് കമാൻഡ്. കാരണം ഇവിടെ ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കുള്ളൂ. എ എന്ന് പറയുന്ന ആളുടെ സുപ്പീരിയർ ആണ് എസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എ എന്ന് പറയുന്ന ആൾക്ക് ആരിൽ നിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷനും ഓർഡറും കിട്ടുള്ളൂ? എസിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ബി എന്ന ആളുടെ സുപ്പീരിയർ ആണ് ആര്? എ എന്ന് പറയുന്ന ആള്. അപ്പൊ എ എന്ന് പറയുന്ന ആള് മാത്രമേ ഇയാൾക്ക് ബി എന്ന ആൾക്ക് എന്ത് കൊടുക്കുന്നുള്ളൂ? ഓർഡറുകളും ഇൻസ്ട്രക്ഷനും കൊടുക്കുന്നുള്ളൂ. വേറെ സുപ്പീരിയറുകളൊന്നും ഇല്ല. അപ്പൊ ആ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കാലാർ ചെയിൻ എന്നുള്ള ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഈ ഹെൻറി ഫയൽ അവിടെ കൊണ്ടുവരാനുള്ള കാരണം. അപ്പൊ ഈ ഒരു ചെയിന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന് രണ്ട് ഡ്രോബാക്കുകളാണുള്ളത്, രണ്ട് ലിമിറ്റേഷനുകളാണ് ഇതിനുള്ളത്. ഒന്ന്, ഈ എസ് എന്ന് പറയുന്ന സുപ്പീരിയർ ഓഫീസർക്ക് ഏറ്റവും ലോവസ്റ്റിലുള്ള ഇ എന്ന് പറയുന്ന ആൾക്ക് ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ കൈമാറ്റം ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ഡിലേ വരും, അല്ലെ? ഒരുപാട് പ്രോസസ്സുകളുണ്ട്. കാരണം എസ് എന്ന് പറയുന്ന ആള് ആ ഇൻഫോർമേഷൻ ആരിലേക്ക് കൈമാറണം? എ എന്ന് പറയുന്ന ആൾക്ക് കൈമാറണം. എ എന്ന് പറയുന്ന ആള് ബിക്ക് കൈമാറണം, ബി സിക്ക്, സി ഡിക്ക്. അങ്ങനെയാണ് ആ ഇൻഫോർമേഷൻ ആരിലേക്ക് എത്തുന്നത്? ഇയിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ഒ എന്ന് പറയുന്ന ആൾക്ക് കൈമാറണം എന്നുണ്ടെങ്കിൽ എസ് അതെന്ത് ചെയ്യണം?
എല്ലിലേക്ക് കൈമാറണം, എൽ അത് എം എന്ന് പറയുന്ന ആൾക്ക് കൈമാറണം, എം അത് എന്നിന് കൈമാറണം, എൻ ആണ് അത് എന്ത് ചെയ്യുന്നത് ഓക്ക് കൈമാറണം. അപ്പൊ അവിടേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് സമയദൈർഘ്യം അതിനെടുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അതിന്റെ ഡ്രോബാക്ക്. മറ്റൊരു ഡ്രോബാക്കും കൂടെ ഉണ്ട്. ഈ എന്ന് പറയുന്ന ആളിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ എത്തുമ്പോഴേക്കും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ മെസ്സേജിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലം. അല്ലെങ്കിൽ ആ മെസ്സേജ് തന്നെ ടോട്ടൽ മാറിയിട്ടുണ്ടാവും. കാരണം കൈമാറ്റം ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഡിസ്റ്റോർഷൻ സംഭവിക്കും. മനസ്സിലായോ? അപ്പൊ ഇതിനെ ഈ ഒരു ഡിലേയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൻറി ഫയോൾ തന്നെ അവിടെ ഒരു ടെക്നിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഗാങ് പ്ലാങ്ക്. എന്താണ് ഗാങ് പ്ലാങ്ക്? ഗാങ് പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ സെയിം പൊസിഷനിലുള്ള സെയിം അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ടെക്നിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ടെക്നിക്ക് വഴി അവർക്ക് എന്താ ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡി എന്ന് പറയുന്ന ആളും ഒ എന്ന് പറയുന്ന ആളും സെയിം പൊസിഷനിലായിരിക്കുന്നത്, ഒരേ പൊസിഷനിൽ അവരിയ്ക്കുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഒക്കെ സെയിം. അപ്പൊ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഗാങ് പ്ലാങ്ക്. ഇതിന്റെ ലിമിറ്റേഷനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ള ടെക്നിക്കാണ് സ്കാലർ ചെയിനിന്റെ ഡീമറിഷൻ അല്ലെങ്കിൽ ഡ്രോബാക്കിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ടെക്നിക്കിന്റെ പേരാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഒരേ പൊസിഷനിലുള്ള സെയിം പൊസിഷനിലുള്ള രണ്ടാളുകൾ തമ്മിൽ ഈച്ച് ആൻഡ് അതർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സ്കാലർ ചെയിൻ മനസ്സിലായോ? ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്, ശ്രദ്ധിച്ചോളി. അടുത്തതാണ് 10ാമത്തെ പ്രിൻസിപ്പിളാണ് ഓർഡർ. 10ാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഓർഡർ. എന്താ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, പീപ്പിൾ ആൻഡ് മെറ്റീരിയൽ ഷുഡ് ബി ഇൻ അപ്രോപ്രിയേറ്റ് പ്ലേസ്. അവിടുത്തെ ആളുകളും അവിടുത്തെ മെറ്റീരിയൽസും മെറ്റീരിയൽസും ഒക്കെ എന്താവണം, ഒരു ഫിക്സഡ് പ്ലേസിൽ തന്നെ അവർക്ക് സ്ഥാനം ഉണ്ടായിരിക്കണം. ഈ എല്ലാത്തിനും ഒരു ഓർഡർ വേണം. അങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, each and every employees should have their own place in an organization. അവിടുത്തെ എല്ലാ എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള ഒരു പ്ലേസ് വേണം. അങ്ങനെ വേണമെന്ന് പറയാൻ കാരണം എന്താ പറയുക, ഇപ്പോൾ ഒരു എംപ്ലോയിനോട് എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫിക്സഡ് പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി, അയാളുടെ ആ സ്ഥലത്തേക്ക് പോയാൽ മതി. അയാൾ അവിടെ എന്തുണ്ടാകും, അയാൾ അവിടെ ഉണ്ടാകും. ദെൻ അങ്ങനെ ഒരു ഫിക്സഡ് പ്ലേസ് ഇല്ലെങ്കിൽ ഇയാളെ തെരഞ്ഞ് ഇങ്ങനെ നടക്കേണ്ടി വരും. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഒരു വർക്ക്ഷോപ്പാണെന്ന് വിചാരിക്കാം. ആ വർക്ക്ഷോപ്പിൽ നമുക്കൊരു സ്പാനേഴ്സ് ഉണ്ടാവും അല്ലെ, സ്പാനറുകൾ വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പം 12, 13, 14, 15, 16, 15, 16 ഒക്കെ പറഞ്ഞിട്ടുള്ള വിവിധ നമ്പറുകളിലുള്ള സ്പാനറുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു വാഹനമാണ് നന്നാക്കിയതെങ്കിൽ ആ വാഹനം നന്നാക്കി കഴിഞ്ഞാൽ ആ ഒരു 12, 13 സ്പാനറാണ് നമ്മൾ എടുത്തതെങ്കിൽ ആ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സ്പാനർ എന്ത് ചെയ്യണം, സ്പാനർ ബോർഡിൽ അതിന് ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കണം. ആ പ്ലേസിൽ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ സ്പാനർ ആവശ്യമുണ്ടെങ്കിൽ, മറ്റൊരു വാഹനം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആ സ്പാനർ ആവശ്യമുണ്ടെങ്കിൽ നേരെ ആ സ്പാനർ ബോർഡിൽ അതേ പ്ലേസിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യും, ആ സ്പാനർ കിട്ടും. എന്നാൽ അങ്ങനെ ഒരു ഫിക്സഡ് പ്ലേസിലല്ല നമ്മൾ വെക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്പാനർ തെരഞ്ഞ് സമയമാണ് പോകും അല്ലെ. അങ്ങനത്തെ സമയങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടാണ് ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ളത്, there should be a fixed place for people and materials and tools and equipments in an organization. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ സംഗതികൾക്കും ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. മനസ്സിലായോ? അതാണ് ഓർഡർ. ദെൻ 11ാമത്തതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. 11ാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സമത്വം. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദീസ് പ്രിൻസിപ്പിൾസ് എംഫസൈസ് കൈൻഡ്ലിനെസ് ആൻഡ് ജസ്റ്റിസ് ഓഫ് മാനേജർ ടുവാർഡ്സ് പീപ്പിൾ ഇൻ an organization. These principles emphasize kindliness and justice in behavior of managers towards വർക്കേഴ്സ്. അതായത് വർക്കേഴ്സിനോട് മാനേജേഴ്സ് പെരുമാറുമ്പോൾ അവിടെ ഒരു സമത്വമാണ്, ജസ്റ്റിസ് വേണം, അല്ലെങ്കിൽ ഒരു കൈൻഡ്ലിനെസ് വേണം. എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറണം. അതായത് ഒരു പൊസിഷനിൽ നിൽക്കുന്ന എല്ലാ ആളുകളോടും പെരുമാറുന്ന ശൈലി ഒരേ രീതിയിലായിരിക്കണം.
അങ്ങനെ അല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു വർക്കർ വരുമ്പോൾ അയാളോട് ഒരു മോശമായ രീതിയിൽ പെരുമാറുകയും മറ്റൊരു വർക്കറോട് സോഫ്റ്റ് കോർണറിൽ പെരുമാറുമ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ ഇല്ലേ? അവിടെ ജസ്റ്റിസ് ഉണ്ടോ? ജസ്റ്റിസ് ഇല്ല. അവിടെ സെപ്പറേഷൻ ആണ്. രണ്ട് എംപ്ലോയീസും തമ്മിൽ ഒരു വേർതിരിവ് അവിടെ കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലേഡീസ് സ്റ്റാഫിനോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നും. ലേഡീസ് സ്റ്റാഫിന് ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം വൈകി വന്നാലും ചിലപ്പോൾ ഒന്നും പറയൂല മാനേജർ. ഞാൻ നേരെ മറിച്ച് മെയിൽ സ്റ്റാഫാണ് നേരം വൈകി ഒരു 2 മിനിറ്റ് നേരം വൈകുമ്പോഴത്തേനും അവനോട് കണ്ട് കയർത്തിച്ചോ അല്ലേ? അവിടെ എന്തില്ല? ഇക്വിറ്റി ഇല്ല. അതേപോലെ തന്നെ റെമ്യൂണറേഷൻ കൊടുക്കുന്നിടത്തും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഒരു സ്ഥാപനത്തിലെ എല്ലാ ആളുകളെയും, ഒരേ പൊസിഷനിൽ നിൽക്കുന്ന എല്ലാ ആളുകളെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇക്വിറ്റി, സമത്വം, എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാം, വേർതിരിവുകൊണ്ട് കാണട്ടെ എന്നുള്ളതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇക്വിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇക്വിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ അതും ഹെൻറി ഫയൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അല്ലേ? അത് അല്ലെങ്കിൽ അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അവിടെ ഒരു വൈരാഗ്യം ഉണ്ടാകും മാനേജേഴ്സിനോട്. ഏത്? ഈ പാർഷ്യാലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അതില്ലാതെ എല്ലാവരെയും സെയിം ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൈൻഡ്ലിനെസ് ആൻഡ് ജസ്റ്റിസ് എമംഗ് വർക്കേഴ്സ്. ഓക്കെ, ദെൻ അടുത്ത പ്രിൻസിപ്പിളാണ്, ഇക്വിറ്റി കഴിഞ്ഞാൽ മറ്റൊരു പ്രിൻസിപ്പിളാണ് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയീസ് ഇൻ ഓൾ ലെവൽസ് should be encouraged to take initiative in their work. ആളുകളെ, വർക്കേഴ്സിനെ ഇനീഷ്യേറ്റീവ് ആയിക്കൊണ്ട് അവർ തന്നെ സ്വമേധയാ അവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്ന രീതിയിലേക്ക് ആളുകളെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ടോപ്പ് ലെവൽ മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ സുപ്പീരിയറോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതിന് പകരം ഇനീഷ്യേറ്റീവ് ആയിക്കൊണ്ട് അവരുടെ ഒബ്ജക്റ്റീവിനെ അച്ചീവ് വേണ്ടിയിട്ട് അവർ തന്നെ സ്വമേധയാ മുൻകൈ എടുത്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു റൈറ്റ് ഒക്കെ അവർക്ക് എംപ്ലോയീസിന് കൊടുക്കുക എന്നുള്ളതാണ്. അവരെ ഇനീഷ്യേറ്റീവായിട്ട് മാറ്റുക, അവരെ ആ ഒരു പെർട്ടിക്കുലർ ജോബ് മുൻകൈ എടുത്തുകൊണ്ട് അതിന് അറ്റൻഡേജ് ആയിട്ടുള്ള ആ ജോലി തീർക്കാൻ അറ്റൻഡേജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വമേധയാ തന്നെ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് അവരെ പ്രാപ്തമാക്കുക, അവിടെ ഇനീഷ്യേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രിൻസിപ്പിൾ, ഇനീഷ്യേറ്റീവ് എന്നുള്ളത്. ദെൻ ലാസ്റ്റ് 2 പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്. അതിലെ 13ാമത്തെ പ്രിൻസിപ്പിളാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്ഥിരത. This principle states that the employees should not be moved frequently to other works. Employees നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ഫ്രീക്വന്റ് ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറ്റരുത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ജോലിയും അവിടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം, ഒരു എംപ്ലോയിയെ ഒരു ടാസ്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ടാസ്ക് അല്ലെങ്കിൽ ആ ജോലിയിൽ അയാളുടെ പെർഫോമൻസിനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ടൈം അയാൾക്ക് അലൗ ചെയ്ത് കൊടുക്കണം. അതല്ലാതെ ഇവിടെ അയാളെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്കോ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഈ ജോലി ഇങ്ങനെ ശരിയായി വരുമ്പോഴായിരിക്കും ഈ ഷിഫ്റ്റിങ് വരിക അല്ലേ? ദെൻ പിന്നെ അയാൾ എന്ത് ചെയ്യണം? അടുത്ത ജോലി പോയിട്ട് ആ ജോലി ഇങ്ങനെ ലെവലായി വരാൻ നിൽക്കുമ്പോഴത്തേനും വീണ്ടും എന്ത് ചെയ്യും? അവിടുന്ന് മാറ്റും. ഇങ്ങനെ ആകുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അയാളുടെ ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യമാകുകയില്ല. എന്നാൽ എന്ത് ചെയ്യണം? അവർക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ടൈം, അയാളുടെ ഒരു പെർഫോമൻസ് ഔട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമയം അവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സൺ. പെട്ടെന്ന് ഫ്രീക്വന്റ്ലി ആയിട്ട് അവരെന്ത് ചെയ്യരുത്? ഷിഫ്റ്റ് ചെയ്യരുത്. ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഒരു ജോലിയും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സൺ. ഒരാൾ ഒരു ജോലിയിലേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം അയാൾക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? ആ ജോലിയിൽ കൃത്യമായിട്ട് ചെയ്യാൻ ടൈം അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സൺ. ദെൻ ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് എസ്പിരിറ്റ് ഡീകോപ്പ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ principle. Esprit de corps means union is strength. നമ്മൾ പഠിച്ചിട്ടുണ്ട് FW ടൈലറിന്റെ പഠിച്ചിട്ടുണ്ട് ഹാർമണിയാണ് വേണ്ടത്, ഐക്യമാണ് അല്ലേ? ഐക്യമത്യം മഹാബലം എന്നാണ് പറയുന്നത് അല്ലേ? ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊക്കെ പറയില്ല നമ്മള്. അതേപോലെ യൂണിയൻ ഈ സ്ട്രെങ്ത്. നമ്മൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഒരു ശക്തികൾക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? തകർത്തെറിയാൻ പറ്റില്ല. നമ്മളുടെ ആ ഒബ്ജക്റ്റീവിനെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാൻ പറ്റും. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഒത്തുപിടിച്ചാൽ തന്നെ അവിടെ എന്ത് പ്രശ്നം വന്നാലും എല്ലാവരും ഒത്തു നിൽക്കുകയാണെങ്കിൽ
എന്ത് ചെയ്യും, നമ്മൾക്ക് വിജയം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥാപനമാകുമ്പോൾ അവിടുത്തെ എല്ലാ വർക്കേഴ്സും തമ്മിൽ എന്ത് വേണം? എസ്പിരിറ്റ് ബി കോമൺ. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ആ യൂണിയൻ അവർക്ക് എന്ത് കൊടുക്കും? കരുത്ത് പകരും. ഇത്രയും കാര്യങ്ങളാണ് 14 പ്രിൻസിപ്പിളും നിങ്ങൾക്ക് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ ഓരോന്നും എടുത്തിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും 4 5 ഒക്കെ എഴുതാനും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, എല്ലാ മേഖലയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളത് കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ കൃത്യമായിട്ട്, വളരെ ശ്രദ്ധാപൂർവ്വം ക്ലാസ്സുകൾ കൊണ്ട് കേട്ടുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിൽ കണ്ടിന്യൂ നെക്സ്റ്റ് ടുമോറോ. ഓക്കെ, താങ്ക് യു.